വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കേരളവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതുമായി അനുബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇത് ഒരു റിവിഷൻ ആയിട്ട് കണ്ട് അതായത് പരീക്ഷയ്ക്ക് മുമ്പേ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് റിവിഷൻ ആയിട്ട് കരുതുക, അല്ലാത്തവർക്ക് ഇത് പുതിയ അറിവുകളായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നതാണ് PSCയിൽ. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ അറബിക്കടൽ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. രണ്ടാമത്തെ ഓപ്ഷൻ കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര. മൂന്നാമത്തെ ഓപ്ഷൻ ഇന്ത്യൻ മഹാസമുദ്രം, കർണാടക, തമിഴ്നാട്. നാലാമത്തെ ഓപ്ഷൻ കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ അതിർത്തികളെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വടക്ക് ഏത് സംസ്ഥാനമാണ്? കേരളത്തിന്റെ വടക്ക് കാണപ്പെടുന്ന സംസ്ഥാനമാണ് കർണാടകം. കർണാടകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ വടക്ക് ഭാഗത്താണ് കർണാടക സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിന്റെ തെക്ക് ഭാഗത്തെ സ്ഥിതി ചെയ്യുന്നതാണ് തമിഴ്നാട്. കേരളത്തിന്റെ തെക്ക് ഭാഗത്താണ് തമിഴ്നാട്. അപ്പൊ വടക്ക് കർണാടകവും തെക്ക് തമിഴ്നാടുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് അറബിക്കടൽ അല്ലെങ്കിൽ മാഹി. അല്ലെങ്കിൽ അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ പടിഞ്ഞാറാണ്. അതുപോലെ തന്നെ കിഴക്ക് കാണുന്നത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് സഹ്യാദ്രി അല്ലെങ്കിൽ പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പം കേരളത്തിന്റെ അതിരുകൾ പറയുകയാണെങ്കിൽ വടക്ക് കർണാടകം, തെക്ക് തമിഴ്നാട്, അതുപോലെ തന്നെ പടിഞ്ഞാറ് അറബിക്കടൽ, ഇനി അതുപോലെ കിഴക്ക് എന്താണ് സഹ്യാദ്രി അല്ലെങ്കിൽ പശ്ചിമഘട്ടവുമാണ്. അപ്പോൾ ഈ ഓപ്ഷൻസുകളിൽ നാലാമത്തെ ഓപ്ഷനാണ് ശരി. അതായത് വടക്ക് കർണാടക, തെക്ക് തമിഴ്നാട്, അതുപോലെ തന്നെ പടിഞ്ഞാറ് അറബിക്കടൽ എന്ന ഓപ്ഷൻ. അതുപോലെ പടിഞ്ഞാറ് അറബിക്കടലാണ്, അതുപോലെ കിഴക്ക് പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രിയാണെന്ന് കൂടി മനസ്സിലാക്കാം. ഇനി കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകമാണെന്ന് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ചോദ്യത്തിൽ നിന്ന് മറ്റൊരു ഉത്തരം ഏതാണ്? കർണാടകവും തമിഴ്നാടുമാണ് കേരളത്തിൽ നിന്ന് അതിർത്തി പങ്കിടുന്ന പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾ. കേരളവുമായി അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കർണാടകവും തമിഴ്നാടുമാണ്. കേരളവുമായി ഇനി അടുത്ത ചോദ്യം ഏതാണ്? കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദ്യം. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? കേരളത്തിന്റെ വടക്ക് ഭാഗത്താണ് കർണാടകം സ്ഥിതി ചെയ്യുന്നത്, തെക്ക് ഭാഗത്താണ് തമിഴ്നാട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളം അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനം ഏതൊക്കെയാണ്? കർണാടകവും തമിഴ്നാടുമാണ്. ഇനി ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരളം ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം തമിഴ്നാടാണെന്ന് മനസ്സിലാക്കാം. ഇനി കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രി സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇനി പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അറബിക്കടലാണ് അല്ലെ. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായാണ് അറബിക്കടൽ. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗം ഏതാണെന്ന് ചോദിക്കുക. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ് പുതുച്ചേരിയിലെ മാഹി എന്ന് മനസ്സിലാക്കുക. പുതുച്ചേരി എന്നൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. ആ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു, അത് മാഹിയാണ്. അപ്പൊ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പുതുച്ചേരിയിലെ മാഹിയാണ്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കുക വെച്ചാൽ മാഹിയുടെ 3 വശവും കണ്ണൂർ ജില്ലയാലും ഒരു വശം കോഴിക്കോട് ജില്ലയായും ചുറ്റപ്പെട്ടാണ് കാണപ്പെടുന്നത്. മാഹിയുടെ 3 വശം കണ്ണൂർ ജില്ലയായും ഒരു വശം കോഴിക്കോട് ജില്ലയുമായി ചുറ്റപ്പെട്ടാണ് കാണപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇനി തമിഴ്നാടും കർണാടകയുമായി അപ്പൊ ഈ നമ്മൾ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഏതാണെന്ന് മനസ്സിലാക്കി. തമിഴ്നാടുമായാണ് കേരളം ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതെന്ന് മനസ്സിലാക്കി. ഇനി തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളെ അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. അപ്പൊ വയനാടിലെ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരിയാണ്. ഗ്രാമപഞ്ചായത്ത് എന്ന് വെച്ചാൽ നൂൽപ്പുഴയാണ്. അപ്പൊ വയനാട് താലൂക്ക് സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. അപ്പൊ തമിഴ്നാട് കർണാടകയുമായി കേരളത്തിലെ ഒരു ജില്ല അല്ലെ, കേരള സംസ്ഥാനത്തിലെ ഒരു ജില്ല ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളെ അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരള സംസ്ഥാനത്തിലെ ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. താലൂക്ക് സുൽത്താൻ ബത്തേരിയും ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയുമാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം ഏതാണെന്ന് ചോദ്യം. തമിഴ്നാട്, കർണാടക എന്നിവ അതിർത്തി പങ്കിടുന്ന ഗ്രാമം ഏതാണെന്ന് വെച്ചാൽ അത് മുത്തങ്ങയാണ്. തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്ന ഗ്രാമം ഏതാണ്? മുത്തങ്ങയാണ്. ഈ മുത്തങ്ങ എന്ന് പറയുന്നത് ഒരു വന്യജീവി സങ്കേതം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണെന്ന് വെച്ചാൽ അത് മുത്തങ്ങയാണ്. അപ്പൊ തമിഴ്നാട്, കർണാടക എന്നിവ അതിർത്തി പങ്കിടുന്ന ഗ്രാമം ഏതാണ്? മുത്തങ്ങയാണ്.
അപ്പൊ തമിഴ്നാട് കർണാടക സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ഏക വന്യ സങ്കേതം ഏതാണെന്ന് വെച്ചാൽ അത് മുത്തങ്ങയാണ്. ഇനി മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതാണ്? മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. മറ്റ് സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോടാണ്. ഇനി കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതാണ്? കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് കാസർഗോഡ്, കണ്ണൂര്, വയനാട്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കാസർഗോഡ്, കണ്ണൂര്, വയനാട് എന്ന് മനസ്സിലാക്കുക. ഇനി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കുറച്ച് അധികം ജില്ലകളുണ്ട്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്നതാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂര്, വയനാടാണ്. എന്നാൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അപ്പം ഏതൊക്കെയാണ്? വയനാടുണ്ട്, മലപ്പുറമുണ്ട്, പാലക്കാടുണ്ട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അപ്പൊ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അപ്പം മറ്റു സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ചോദിക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അതിർത്തി പങ്കിടാത്ത ജില്ലകളാണെങ്കിൽ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. കർണാടകയും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്. തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന ജില്ലകളാണെങ്കിൽ വയനാട്. ഇപ്പൊ അവിടെ നമുക്ക് നോക്കാം, വയനാട് എന്ന് പറയുമ്പോൾ കർണാടകവുമായി അതുപോലെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. അപ്പൊ വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അടുത്തത് കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതാണ്? ഇപ്പൊ കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് തിരുവനന്തപുരവും കാസർഗോഡും. കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരവും കാസർഗോഡും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കേരളത്തിന്റെ അതിർത്തികളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 തരം തിരിക്കാം. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏതാണ്? സമുദ്രനിരപ്പിന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരത്തിലുള്ള കേരളത്തിന്റെ ഭൂപ്രദേശമാണ് ഏതാണ്? മലനാട്. അപ്പൊ മലനാട് കേരളത്തിന് 48% മലനാടാണെന്ന് മനസ്സിലാക്കി. ഇനി ഇടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശമാണ് ഇടനാട്. 42% ഇടനാടാണ്. ഇനി സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശമാണ് തീരപ്രദേശം. അതിന്റെ ഉയരം അത് എത്ര ശതമാനമാണ്? കേരളത്തിന്റെ 10% മാത്രമാണ് തീരപ്രദേശം നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുക. അടുത്തത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതെന്നാണ് ചോദ്യം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിൽ ആകെ മൊത്തം എത്ര ചുരങ്ങളുണ്ട്? 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിൽ ആകെ ഉള്ളത്. ഇനി അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരമാണ് മനസ്സിലാക്കുക. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. ഇനി നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണെന്ന് വെച്ചാലും അതും പാലക്കാട് ചുരമാണ്. അപ്പൊ നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശം ഏതാണെന്ന് വെച്ചാൽ പാലക്കാട് ചുരമാണ്. അപ്പൊ ഏറ്റവും വലിയ ചുരമാണ്, അതുപോലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ ചുരം ഏതാണെന്ന് വെച്ചാൽ പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് ഈ പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും എന്നാൽ വീതി കൂടിയതുമായ ചുരം ഏതാണെന്ന് ചോദിച്ചത് പാലക്കാട് ചുരമാണ്. ഈ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. അപ്പോൾ പാലക്കാട് ചുരത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാട് ചുരം തന്നെയാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും എന്നാൽ വീതി കൂടിയതുമായ ചുരമാണ് ഏത്? പാലക്കാട് ചുരം. അതുപോലെ പാലക്കാട് ചുരത്തിൽ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്ക് എത്തുന്നതും വലിയൊരു പങ്ക് വഹിക്കുന്നത് പാലക്കാട് ചുരമാണ്.
അടുത്ത ചോദ്യം, കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. അപ്പൊ പേരമ്പാടി ചുരം കേരളത്തെ ഏതുമായി ബന്ധിപ്പിക്കുന്നു? കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു. ഇനി ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. അപ്പൊ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് സമീപത്തുള്ള ചുരം ഏതാണ്? പേരമ്പാടി ചുരമാണ്. ഇനി വയനാട് ചുരം അല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞാൽ താമരശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇനി വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരമാണ്. ഇനി താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോടും വയനാട്. കേരളത്തിലെ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന ജില്ലകൾ കോഴിക്കോടും വയനാടുമാണ്. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അത് ബന്ധിപ്പിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കോഴിക്കോടും വയനാടിനെയുമാണ്. ഇനി താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ. അപ്പൊ താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ. ഇനി നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറമാണ്. അപ്പൊ ഒന്നും കൂടെ മനസ്സിലാക്കാം. കേരളത്തെ കൂർഗ് ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം. പേരമ്പാടി ചുരത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം. ഇനി വയനാട് ചുരത്തിന്റെ മറ്റൊരു പേരാണ് താമരശ്ശേരി ചുരം. ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരമാണ്. ഇനി താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന ജില്ലകളാണ് കോഴിക്കോടും വയനാടും. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറമാണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. അടുത്ത ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ വയനാടാണ്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാടാണ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാലും അത് വയനാട് പീഠഭൂമിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാടാണ്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി കേരളത്തിലെ പ്രദേശം വയനാട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാലും അത് വയനാടാണ്. അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ് മുന്നിൽ വരുന്നതാണ്. Students, bye from me. Thank you.